നമസ്കാരം. ഷിബിഡിജന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്റർ പാഠപുസ്തകത്തിലെ സമരപാതകൾ എന്ന പാഠഭാഗത്തിലേക്ക് കടക്കാം. KV അനൂപിന്റെ കഥകളിലെ ഒരു പ്രധാന കഥയാണ് സമരപാതകൾ. അപ്പൊ ഈ കഥ വളരെ പെട്ടെന്ന് കഥയല്ലേ, അത് ആ രീതിയിൽ ഞാനത് പറഞ്ഞു തരാം എന്നാണ് അതായത് ഇത് ആരംഭിക്കുമ്പോൾ ഒരു പെൺകുട്ടി കിടക്കയിൽ കമഴ്ന്ന് കിടക്കുകയാണ്, മാസിക വായിക്കുകയാണ്. അപ്പൊ അവളോട് അമ്മ പറയുന്നു, ഇനി കേൾക്കുന്നുണ്ടോ, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? അതായത് അവർ ആ സമയത്ത് കുട്ടിക്കൂറ പൗഡറിന്റെ ടിന്ന് അവശേഷിക്കുന്ന പൗഡർ അവരുടെ കൈവെള്ളയിലേക്ക് ഇങ്ങനെ കുടഞ്ഞുകൊണ്ടാണ് അത് ചോദിക്കുന്നത്. അയാൾ വരികയാണെങ്കിൽ പൈസ വയറ്റി വൈകുന്നേരം, അതാണ് ആ ഭാഷ, പുരയ്ക്ക് കൊണ്ട് തരാൻ പറയണം എന്ന് പറയുന്നു. കുറച്ച് വല്ലതും കിട്ടിക്കാണോമെന്ന് പറഞ്ഞിട്ട് അമ്മ മുഖം ഈ കിട്ടിയ പൗഡർ കൊണ്ട് തുടയ്ക്കുന്നത് അവൾ കണ്ടു. ഇനി കളക്ടർ ഓഫീസിന് മുന്നിൽ നല്ല തിരക്കായിരിക്കും, കുട നോക്കട്ടെ എന്ന് പറഞ്ഞവർ നടക്കുകയാണ്. അമ്മയ്ക്ക് ഭ്രാന്താണ്. അവൾക്ക് ചിരി വന്നു. കാരണം ഇന്നലെ തൊട്ട് ദേവിയിടത്തെയും ശിഷ്യയിടത്തെയും വന്ന് വിളിച്ചത് തൊട്ട് കളക്ടർ ഓഫീസിന് മുന്നിൽ ധർണ ഇരിക്കാൻ പോവുകയാണ് അമ്മ. അപ്പൊ സസ്പെൻഡ് ചെയ്ത കൃഷി ഓഫീസറെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂണിയൻകാര് സമരം നടത്തുകയാണ്. അപ്പൊ അവരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് മഹിളാ സംഘം പ്രവർത്തകർ ധർണ നടത്തുന്നത്. അപ്പൊ രാത്രി ചോറ് തിന്നുന്നതിനിടയിലാണ് ധർണയ്ക്ക് പോകുന്ന കാര്യം അമ്മ അച്ഛനോട് പറഞ്ഞത്. അപ്പൊ അച്ഛൻ പറഞ്ഞ എന്താണ്, അയാൾ തോന്നിയാസം കാട്ടിയിട്ടല്ലേ ആ കൃഷി ഓഫീസറെ സസ്പെൻഡ് ചെയ്തത്. അപ്പൊ അത് അച്ഛനല്ല, താൻ അത് ചോദിച്ചത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അമ്മ പറഞ്ഞത്, നീ അയാൾ തോന്നിയാസം കാണിക്കുന്നത് കണ്ടോ, ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന പത്രക്കാരല്ലേ എന്നാണ് പറഞ്ഞത്. അപ്പൊ അയാൾ ഒന്നും ചെയ്തിട്ടില്ലെന്ന് അമ്മയ്ക്ക് എന്താ ഇത്ര ഉറപ്പെന്ന് അവള് തിരികെ ചോദിക്കുകയും ചെയ്തു. അപ്പൊ അതിന്റെ അമ്മയുടെ മറുപടി നോക്കണം. അത് ഒപ്പം പണിയെടുക്കുന്നവര് അദ്ദേഹത്തിന്റെ സ്വഭാവ മഹിമയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓള സ്വഭാവം, അപ്പൊ അതാ കൃഷി ഓഫീസർ ഒരു സ്ത്രീയാണ്, ഓളുടെ സ്വഭാവം ശരിയല്ല എന്ന് പണിയെടുക്കുന്നവർ പറയണ കേട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അമ്മയുടെ മറുപടി, അത് കുറച്ച് തൻ്റെ ഇടം കാട്ടുന്ന പെണ്ണുങ്ങളെ ബാക്കിയുള്ള പെണ്ണുങ്ങൾക്ക് പിടിക്കില്ല. എന്ത് കണ്ടിട്ടാണ് അവളുടെ ഭാഗം അവരുടെ ഭാഗത്തുനിന്ന് വാദിക്കുന്നത്? അപ്പൊ നാണോ മാനോ ഇല്ലാതെ നടക്കുന്ന പെണ്ണുങ്ങൾ പത്രക്കാർക്ക് അവരെ വലിയ ജീവനാണ്. ബുദ്ധിജീവി എന്ന് പറഞ്ഞ് നാണോ മാനോ ഇല്ലാതെ നടക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ പത്രക്കാർക്ക് വലിയ കാര്യമാണ് എന്ന് പറയുന്നു. അപ്പോൾ പാർട്ടിക്കാർക്കാണെങ്കിൽ കണ്ണെടുത്ത കണ്ടും കൂടാ. അപ്പൊ അതാണ് പാർട്ടിയുടെ കുഴപ്പം. പാർട്ടിക്കാർ എന്ത് തോന്നിയസം കാണിച്ചാലും അത് തെറ്റെന്ന് സമ്മതിക്കൂലല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും അച്ഛൻ ഇടപെട്ടു. അച്ഛൻ അവളെ വഴക്ക് പറയുകയാണ്, മിണ്ടാതിരുന്ന ചോറ് തിന്ന് പാർട്ടീനെ വിമർശിക്കാൻ സായിപ്പത്തി വന്നിരിക്കുന്നു. ഓള് മര്യാദയ്ക്ക് പണിയെടുക്കാത്തതിന് ചോദിച്ചതിനല്ലേ. എന്താണെന്നറിയാമോ, ശരിക്കും ആ കൃഷി ഓഫീസർ ശരിക്കും പണിയെടുക്കുന്നില്ല, അത് ചോദിച്ചപ്പോൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു എന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പൊ അച്ഛന്റെ ദേഷ്യം കണ്ടപ്പോൾ അവൾക്കും കൂടുതലൊന്നും പറയണമെന്ന് തോന്നിയില്ല. ഊണ് കഴിഞ്ഞ് അവൾ കിടക്ക കുടഞ്ഞു വിരിക്കുമ്പോഴാണ് അച്ഛൻ ആരോടാ സംസാരിക്കുന്നത് കേട്ടത്. അപ്പോ 4 മാസത്തെ വീടിന്റെ വാടക കൊടുക്കാനുണ്ടെന്നാണ് അതിനാണ് ആരോ വിളിച്ചത്. അച്ഛൻ അതിന് നാളെ കൊടുക്കാമെന്ന് പറയുന്നതും അവള് കേട്ടു. അപ്പൊ പുറത്തു വന്ന് സംസാരിച്ച ആള് വാടകയുടെ കാര്യത്തിനാണ് വന്നത്. അപ്പൊ അമ്മ വിളിക്കുകയാണ്, ഇതൊക്കെ തലേദിവസം നടന്നതാണ്. അമ്മ വിളിക്കുകയാണ്, നീ എണീറ്റ് വാതിലൊന്ന് അടയ്ക്ക്, കണ്ട കാക്കയും കോഴിയൊക്കെ ഇതിനകത്ത് വന്ന് കയറും. അപ്പൊ മാസിക വായിച്ചുകൊണ്ടിരുന്നത് അത് കിടക്കയിലിട്ടിട്ട് അവള് അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അപ്പൊ അമ്മ കഴിഞ്ഞ കൊല്ലം തെയ്യത്തിന് വാങ്ങിയ സാരിയാണ് ഉടുത്തിരുന്നത്. ഈ ഒരു സാരിയെ കൊള്ളാവുന്നതായിട്ട് അമ്മയ്ക്കുള്ളൂ. ബാക്കിയെല്ലാം പഴകിയതും കീറിയതും നിറം കെട്ടതുമാണ്. അവക്ക് ചിരി വന്നു. കാരണം ധർണയ്ക്ക് പോകുന്ന, കല്യാണത്തിന് പോകുമ്പോഴാണ് ഒരുങ്ങി ധർണയ്ക്ക് പോകുന്നത്. അപ്പൊ ഞാൻ പോന്നു എന്ന് പറഞ്ഞ അമ്മ പോയപ്പോഴാണ് അവള് ശ്രദ്ധിച്ചത്, താൻ കോളേജിൽ പോകുമ്പോൾ ഇടുന്ന ചെരുപ്പാണ് അമ്മ ഇട്ടിരിക്കുന്നത്. അപ്പൊ അമ്മ ഇങ്ങനെ പോകുന്ന അവള് കുറച്ചേരം നോക്കിയിരുന്നു. ഒരുങ്ങി ഇറങ്ങിയാൽ അമ്മയെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ടാണല്ലോ അച്ഛൻ കയറി പ്രേമിച്ചത്. ഇപ്പൊ കുടുംബം പോറ്റാൻ അമ്മ കിടന്ന് പാടുപെടുന്നു എന്ന് അവള് പറഞ്ഞു. പ്രേമിച്ച പെണ്ണിന്റെ കൈയും പിടിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ഇറങ്ങിപ്പോകാൻ വേണ്ടി സ്വന്തം അച്ഛനോടുള്ള വാശിയിലാണ് അമ്മ ഇപ്പോഴും. അപ്പൊ വാതിൽ ചാരി ഒരു സിനിമാ പാട്ടിന്റെ വരി മൂളിക്കൊണ്ട് അവൾ കിടക്കയിൽ പോയി വീണു. വെറുതെ അങ്ങനെ കിടക്കുകയാണ് അവള്. അപ്പൊ അങ്ങനെ കണ്ണടച്ച് സുഖാലസ്യത്തിൽ അവൾ കിടക്കുമ്പോൾ അവളുടെ മനസ്സിലേക്ക് അവളുടെ കാമുകന്റെ മുഖം ഓർമ്മ വന്നു. നിന്റെ കണ്ണുകൾക്ക് എന്ത് ഭംഗിയാണെന്ന് അവൻ ഒരിക്കൽ പറഞ്ഞിരുന്നു. അപ്പൊ അവനാണെങ്കിൽ ഒരു ഓന്തിനെ പോലെയാണ് അവന്റെ രൂപം അവൾക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ നരയോന്തിനെ പോലെ ഇരിക്കുന്ന അവനെ ഭർത്താവിന്റെ രൂപത്തിൽ ചിന്തിച്ചപ്പോൾ
അവൾക്ക് രസം തോന്നി. നിന്റെ ഇടത്തും വലത്ത് ഇടവലത്തൊന്നും, അതായത് നിന്റെ വീടിന്റെ അടുത്തൊന്നും നഴ്സറി പഠിക്കുന്ന പെൺകുട്ടികളില്ലേന്ന് ചോദിച്ചു. അവൻ ഉണ്ടെന്ന് തലയാട്ടി. അപ്പൊ എന്നാൽ അവരോട് ആരോടെങ്കിലും പോയി പറ, അവരുടെ കണ്ണിന് നല്ല ഭംഗിയുണ്ടെന്ന്. അപ്പൊ അവന്റെ മുഖം മങ്ങി, കാരണം ഇവൾ അവനെ നിരസിച്ചു. അപ്പൊ അവള് വിചാരിച്ചു ഇനി ഒരിക്കലും അവൻ ശല്യം ചെയ്യാൻ വരില്ല. പക്ഷെ പിന്നെയും അവൻ സംസാരിക്കാൻ വന്നു. പക്ഷെ അവന്റെ സംസാരം കേട്ടിരിക്കാനൊക്കെ നല്ല രസമുണ്ട്. അങ്ങനെ അവൾ ആലോചിക്കുകയാണ്, എനിക്ക് അവനോട് പ്രേമം എങ്ങാനും തോന്നുന്നു. അപ്പൊ കഴിഞ്ഞ ആഴ്ച സൗമിനി ചേച്ചിക്കൊപ്പം ഒരു സിനിമയ്ക്ക് പോയി. അതിലിങ്ങനെയാണ്, ആദ്യം നായകൻ നായികയുമായിട്ട് പിണക്കത്തിലായിരുന്നു, പിന്നീടാണ് അവർ പ്രേമിച്ച് തുടങ്ങിയത്. അപ്പൊ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ അവൾ പെട്ടെന്ന് ഓർക്കുകയാണ്. സിനിമാ കഥ പോലെ ഒന്നും അല്ല ജീവിതം. സിനിമയിൽ നായകന് ഒരു പാട്ട് കഴിയുമ്പോൾ പണക്കാരനാവാൻ പറ്റും, പക്ഷെ നമ്മുടെ ജീവിതം അങ്ങനെയല്ല. ശ്വാസം വിടാൻ പറ്റില്ല, ഒരു കരയിൽ അടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഞാൻ നിന്റെ അമ്മയെ കെട്ടിയിട്ട് 10-20 കൊല്ലമായി. അന്ന് തുടങ്ങിയപ്പോൾ തൊട്ട് ഞാനിങ്ങനെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകയാണ്. അപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥനായി നല്ല നിലയിൽ എത്തേണ്ട ആളായിരുന്നു അച്ഛനെന്ന് അമ്മ പറയാറുണ്ട്. പക്ഷെ പാർട്ടിക്കാർ കള്ളക്കേസിൽ കുടുക്കിയതാണ്. അപ്പൊ അവൾക്ക് അതൊക്കെ ആലോചിച്ചപ്പോൾ അവളുടെ കാമുകനെ കുറിച്ചൊക്കെ, അല്ലെങ്കിൽ അവളെ അടുത്ത് തഞ്ചത്തിൽ സംസാരിക്കാൻ വരുന്ന മനുഷ്യനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ അവളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി. പിന്നെ അവൾ ചെന്ന് പതുക്കെ എഴുന്നേറ്റ് കണ്ണാടിയുടെ അടുക്കൽ ചെന്ന് അവളുടെ മുഖം നോക്കുകയാണ്, മുഖസൗന്ദര്യം. പുറത്ത് ആരോ വിളിക്കുന്നത് പോലെ തോന്നി. അപ്പോൾ ചെന്നപ്പോൾ മുറ്റത്ത് ഒരാൾ വന്ന് നിപ്പുണ്ട്. അപ്പോൾ മോള് അകത്തുണ്ടോ, ഞാൻ ആരും ഇല്ലാന്നാണ് കരുതിയത് എന്ന് പറഞ്ഞിട്ട് അയാൾ നെറ്റിയിൽ വിയർപ്പ് തുടച്ചിട്ട് അവിടെ കയറിയിരുന്നു. ഇന്നെന്താ കോളേജിൽ പോയില്ലേ എന്ന് അയാൾ ചോദിച്ചു. അപ്പോൾ അവൾ അമ്പരന്ന്, കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും താൻ ക്ലാസ്സിൽ പോയിട്ടില്ല എന്നുള്ളത് അയാൾ അറിഞ്ഞിരിക്കുന്നു എന്നൊക്കെ അവൾ ചിന്തിക്കുകയാണ്. 1-2 ദിവസമായി കോളേജിൽ വരുന്നില്ല എന്ന് നീന പറഞ്ഞല്ലോ. അപ്പൊ നീന വിവരം പഞ്ചായത്തിൽ മുഴുവൻ അറിയിച്ചു എന്ന് അവൾ ചിന്തിച്ചു. കോളേജ് വെൽഫെയർ ഫണ്ടിലേക്ക് അടയ്ക്കാൻ പണമില്ല, അതുകൊണ്ട് കോളേജിലേക്ക് പോവാത്തതാണെന്ന് നീനയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നൊക്കെ അവൾ ചിന്തിക്കുകയാണ്. അവൾ വെറുതെ ചിരിച്ചത് മാത്രമേ ഉള്ളൂ. സൂക്കേട് വല്ലതാണോ എന്ന് അയാൾ ചോദിച്ചപ്പോൾ പനി എന്ന് പറയാമായിരുന്നു എന്ന് അവൾ ചിന്തിച്ചു. അമ്മ എവിടെ പോയെന്ന് ചോദിച്ചപ്പോൾ ടൗണിൽ പോയി. അപ്പൊ എനിക്കുള്ള എന്തെങ്കിലും മോളുടെ ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് മനസ്സിലായി പൈസക്കാണ് അയാൾ വന്നതെന്ന്. അപ്പോൾ അവൾ വളരെ അപമാനപൂർവ്വം അവൾ തല കുനിച്ചിട്ട് പറഞ്ഞു, പൈസ വാങ്ങാനാണ് അമ്മ പോയത്, നിങ്ങളുടെ പുരയെ കൊണ്ട് തരും. കുറച്ചു നേരം മിണ്ടാതെ അയാൾ അവളുടെ മുഖത്ത് തന്നെ നോക്കി. പിന്നെ അയാൾ ആ ഒരു സമയത്ത് അവൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി അവൾ പറഞ്ഞു, അയാൾ ഇങ്ങനെ ഷർട്ട് എൻ്റെ കോളർ പിന്നിലോട്ട് വലിച്ചു ഇട്ടിട്ട് ഇങ്ങനെ ചൂടെന്ന് പറഞ്ഞ് വീശിയപ്പോൾ അവൾ വെള്ളം എടുക്കട്ടെ എന്ന് ചോദിച്ചു. കാരണം പെട്ടെന്ന് അവിടെ നിന്ന് മാറാനാണ് അവൾ ശ്രമിച്ചത്. എടുക്കട്ടെ എന്നോ, ചോറായിട്ടുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം തരൂ എന്നാണ് അയാൾ പറഞ്ഞത്. അവൾ വേഗം അടുക്കളയിലേക്ക് നടന്നു. അവൾക്ക് ദേഷ്യം വന്നു. വാടക തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അയാൾ എന്തെങ്കിലും വിളിച്ചു പറയുമെന്നാണ് ചിന്തിച്ചത്. അയാളൊരു മൊശകൊടൻ ദേഷ്യക്കാരനാണെന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇയാൾ ദില്ലിയിൽ വലിയ ഉദ്യോഗത്തിലിരുന്ന ആളാണെന്നൊക്കെ നീന പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വീട്ടുകാരോട് പറയാതെ ഹിന്ദിക്കാരിയെ പ്രേമിച്ച് കല്യാണം കഴിച്ചു. അപ്പൊ പുള്ളിക്കാരൻ ഒരു പ്രാവശ്യം നാട്ടിൽ വന്നിട്ട് തിരിച്ചു ചെന്നപ്പോൾ ആ പെൺകുട്ടി വേറെ ആരോടോ ഒളിച്ചോടി പോയിരുന്നു. പിന്നെ ഇങ്ങനെ ജോലിയും ഒക്കെ ഉപേക്ഷിച്ച് ഇയാള് ഒറ്റാൻ തടിയായിട്ട് നടക്കുകയാണെന്ന് അവള് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ അവൾ വിളിച്ചു ചോദിച്ചു, ഉപ്പിടണോ ചോദിച്ചപ്പോൾ ഉത്തരം തൊട്ടടുത്ത്, അതായത് മുന്നിലിരുന്ന അയാൾ തൊട്ടടുത്ത് വന്ന് നിൽക്കുകയാണ്. വെള്ളം കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു, ചുമരാകെ കരി പിടിച്ചല്ലോ. വെള്ളം കുടിച്ച ശേഷം അയാൾ മുറികളൊക്കെ നോക്കി നടന്നു. എന്നിട്ട് പറഞ്ഞു, ഈ മാസം തന്നെ വെള്ള അടിക്കാം, അച്ഛനോടൊന്ന് പറഞ്ഞേക്ക്. അപ്പോൾ അയാൾ എന്നിട്ട് അവളുടെ മേശപ്പുറത്ത് കിടന്ന അവളുടെ നോട്ട്ബുക്കുകൾ എടുത്ത് അതിലൊന്ന് ഒരെണ്ണം മറിച്ച് നോക്കി. അയാൾക്ക് ഇംഗ്ലീഷ് അറിയാമല്ലോ, നല്ല കൈയക്ഷരം, നല്ല ഇംഗ്ലീഷ് അറിയുന്ന ആളാണ്. തൻ്റെ കൈയക്ഷരമാണെങ്കിൽ മോശമാണ്. അപ്പോൾ അയാൾ ഒരു പുസ്തകത്തിൽ ചൂണ്ടിയിട്ട് ഇങ്ങനെ ചോദിച്ചു, ഇതെന്താടേന്ന് ചോദിച്ചു. അപ്പോൾ അവൾക്ക് അങ്കലപ്പായി, കാരണം താൻ എഴുതിയത് എന്തെങ്കിലും തെറ്റാണോ എന്ന് ആകാംക്ഷയോടെ അവള് ചെന്ന് ആ ബുക്കിലേക്ക് നോക്കുകയാണ്. പെട്ടെന്ന് നോട്ട് പുസ്തകം തറയിലേക്ക് വീണു. പിന്നീട് അവിടെ നടന്നത്, അയാൾ ബലാത്കാരമായിട്ട് അവളുടെ ശരീരം ഉപയോഗിക്കുകയാണ് ചെയ്തത്. കുറച്ചു കഴിഞ്ഞ് അയാൾ മുണ്ടൊക്കെ വാരിച്ചുറ്റി വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. അവൾ എത്ര നേരം ആ നിലത്ത് അങ്ങനെ ഇരുന്നെന്ന് നമുക്കറിയില്ല. അത് കഴിഞ്ഞ് അവൾ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. അമ്മ ഉണ്ടാക്കി വെച്ചിരുന്ന ചോറും മീൻകറിയും കുറച്ചെടുത്ത് കഴിച്ചു. വെള്ളം കോരി കുടിച്ച് കഴിച്ചപ്പോൾ അവൾക്ക് ആഹാരത്തിന് വിശപ്പ് തോന്നിയെങ്കിൽ രുചി തോന്നിയില്ല. പിന്നീട് അവൾ വെള്ളം കുടിച്ചപ്പോഴാണ് ബ്ലൗസിന്റെ മുൻഭാഗം കീറി കിടക്കുന്നവൾ അയാൾ പിടിച്ച് വലിച്ചപ്പോൾ കീറിയതാണ്. അവൾ പെട്ടെന്ന് വാതിലടച്ച് കുറ്റിയിട്ടിട്ട്
ബ്ലൗസ് ഊരി മുറിയുടെ മൂലയ്ക്ക് എറിഞ്ഞു. കഴുത്തിന്റെ താഴെ നഖം കൊണ്ടുള്ള പാടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അവള് തോർത്തെടുത്ത് പുതച്ചിട്ട് കുളിമുറിയിലേക്ക് നടന്നു. കുളിച്ച് കഴിഞ്ഞിറങ്ങിയപ്പോൾ താൻ കൂടുതൽ സുന്ദരിയായിരിക്കുന്നു എന്നാണ് അവൾക്ക് തോന്നിയത്. അങ്ങനെ അവള് അതൊരു അവളെ റേപ്പ് ചെയ്തത് അതൊരു സാധാരണ സംഭവമായിട്ട് ആ പെൺകുട്ടി ചിന്തിക്കുകയാണ്. എന്നിട്ട് അവള് സൗമിനി ചേച്ചിയുടെ കയ്യിൽ നിന്ന് അവൾ എടുത്തുകൊണ്ട് സിനിമ വാരികളെടുത്ത് വായിച്ചു നോക്കി. എന്നിട്ട് അവള് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. മുറ്റത്ത് നോക്കുമ്പോൾ സൗമിനി ചേച്ചിയുടെ വീട് കാണാം. പിന്നെ മുഴുവൻ പറമ്പ് ഇപ്പൊ ഇവിടെ വന്ന് ഇവിടെ ബലാത്സംഗം ചെയ്തിട്ട് പോയ മനുഷ്യൻ്റെതാണ്. മുറ്റത്ത് അങ്ങനെ നിന്നപ്പോ അവൾ വിചാരിച്ച് നീനയുടെ വീട് വരെ പോയി നോട്ട് 3 ദിവസത്തെ ഉണ്ട്, അത് വാങ്ങിയിട്ട് വരാം. അപ്പൊ അമ്മ അതിനിടയിൽ വന്നാലോ എന്ന് വിചാരിച്ച് വാതിൽ പൂട്ടി താക്കോല് ജനൽപ്പടിയിൽ വെച്ചിട്ട് അവള് പോയി. അപ്പം എതിരെ നടക്കുമ്പോൾ കാണുന്നത് ചന്തയിലെ ഒരു മനുഷ്യൻ വരുന്നു. അയാൾ പഴയതിലും ക്ഷീണിച്ചതാണ്. തലയിലെ കുട്ടയുടെ ഭാരം പഴയതുപോലെ ഉള്ളത് തന്നെയാണ്. അയാൾക്കിത് താങ്ങാൻ പറ്റുമോ എന്നൊക്കെ അവള് ചിന്തിച്ചു. അപ്പൊ അവൾ അയാളോട് കുശലം പറയുകയാണ്. നിങ്ങളെ കണ്ടിട്ട് കുറച്ചായല്ലോ, അത് പോട്ടെ മോളെ, ഞങ്ങൾ ആഴ്ചയിൽ 3-4 മുറി പെരേക്ക് നടക്കുന്നില്ലേ, മോളല്ലേ, ഞങ്ങള് 3-4 പ്രാവശ്യം ഇങ്ങനെ നടക്കാറുണ്ട്, മോളെയല്ലേ കാണാത്തത്. അപ്പൊ ചന്തുച്ചൻ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ അടുത്ത്, വീടിന്റെ അടുത്ത് താൻ താമസിച്ചിരുന്നു. അയാളുടെ മകൻ ചന്ദ്രനും താനും 3 മുതൽ 6 വരെ ഒരേ ക്ലാസ്സിൽ ഒരേ സ്കൂളിലായിരുന്നു. അപ്പൊ അന്ന് ചന്ദ്രന്റെ പേര് പറഞ്ഞ് തന്നെ കളിയാക്കിയതൊക്കെ അവൾ ഓർത്തു. പിന്നെ അവള് പിന്നീട് അറിയുന്നത് ചന്ദ്രൻ 10ൽ തോറ്റെന്നാണ്. ബാംഗ്ലൂരിൽ എവിടെ ഒരു ബേക്കറിയിൽ ജോലി ചെയ്യുന്നു കേട്ടു. അപ്പൊ ചന്ദ്രന്റെ വിശേഷം എന്തെല്ലാം ചോദിച്ചപ്പോ ചന്തുച്ചന്റെ മുഖത്തെ സങ്കടമായി. അവന്റെ വിശേഷം ഒന്നും പറയാതിരിക്കുകയാണ് മോളെ ഭേദം. അതെന്തേ അങ്ങനെ ചോദിക്കാൻ മനസ്സ് വെമ്മിയെങ്കിലും അത് ചോദിച്ചില്ല. അയാൾ നടന്നു പോവുകയും ചെയ്തു. ചന്ദ്രനെ കുറിച്ച് ചോദിച്ചത് അബദ്ധമായി. ടൗണിൽ ഏതോ ബേക്കറി ജോലിക്ക് ഇന്ന മുതലാളിയുടെ ഭാര്യയെ കയറി പിടിച്ചെന്നും പറഞ്ഞ് അവൻ ബാംഗ്ലൂരിലേക്ക് നാട് വിട്ടെന്നുള്ള ഒരു സംസാരം ഉണ്ടായിരുന്നു. അപ്പം മീശ മുളയ്ക്കാത്ത ആ പയ്യൻ അങ്ങനെ ചെയ്യുമെന്നൊക്കെ അന്ന് താൻ ചിന്തിക്കുകയും ചെയ്തു. ആ പെണ്ണുമ്പിള്ള വല്ലതും പറഞ്ഞിട്ട് അവനിൽ ഇത് അടിച്ചേൽപ്പിച്ചതാണോ ഇങ്ങനത്തെ ഒരു പഴിയെന്ന്. അപ്പൊ ഈ ചന്ദ്രൻ പണ്ട് അവന്റെ വീടിന്റെ പിന്നിലെ ബേക്കറി സാധനങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലം കാണാൻ കൊണ്ടുപോയപ്പോ തന്റെ കവളിൽ ഉമ്മ വെച്ചതായിട്ടൊക്കെ അവൾ ഓർക്കുന്നുണ്ട്. ഇനി അവൾ നടന്ന് നീനയുടെ വീട്ടിന്റെ മുറ്റത്തെത്തി. അപ്പൊ അവളെ കണ്ടപ്പോ നീനയ്ക്ക് സന്തോഷമായി. അപ്പൊ നാളെ അച്ഛൻ പൈസ തരുമെന്ന്, താനും നാളെ കോളേജിലേക്കുണ്ടെന്ന് അവൾ പറഞ്ഞു. എന്നിട്ട് ഇംഗ്ലീഷിന്റെയും പൊളിറ്റിക്സിന്റെയും നോട്ട് ബുക്ക് വാങ്ങിയിട്ട് അവള് വീട്ടിലേക്ക് നടന്നു. അപ്പൊ സന്ധ്യയ്ക്ക് അമ്മ വന്നപ്പോ മോളെ നിലവിളക്ക് കത്തിച്ചില്ലേന്ന് ചോദിച്ചുകൊണ്ടാണ് കയറി വന്നത്. അപ്പൊ അവള് മേശപ്പുറത്ത് കത്തിച്ചു വെച്ച വിളക്കിന്റെ വെട്ടത്തിലിരുന്ന് നോട്ട് എഴുതുകയായിരുന്നു. നിലവിളക്കൊക്കെ ഞാൻ വച്ചു, നിങ്ങൾ ഇത്ര നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നു. എഴുത്ത് നിർത്താതെയാണ് അവളത് ചോദിച്ചത്. അപ്പൊ കൂടെ മേശപ്പുറത്ത് വെച്ചപ്പോ വെച്ചിട്ട് അമ്മ പറയണം, അതൊന്നും പറയണ്ട, 3 മണിയായപ്പോ തൊട്ടേ ഞങ്ങള് ധർണ തുടങ്ങി, 5 മണിക്ക് ധർണ തീർന്നു. അപ്പൊ അവള് പറഞ്ഞു, എന്തായാലും ഞാൻ വാടക കൊടുക്കാനുള്ള പൈസ ഒരു പലിശക്കാരൻ്റെ നിന്ന് ഒപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ മകളോട് പറയണ, നീ വാതിലൊന്ന്, നീ ചോറിന് ഇത്തിരി വെള്ളം വെക്ക്, ഞാൻ പൈസ കൊണ്ടു കൊടുത്തിട്ട് വരാം അയാൾക്ക്. അപ്പൊ അവള് പറഞ്ഞു, ഇന്നിനിയിപ്പൊ പൈസ കൊടുക്കാനായിട്ട് അങ്ങോട്ട് പോകണ്ട. അയ്യോ പോണം, കാരണം അയാൾ നാളെ രാവിലെ ആകുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുമെന്ന് അമ്മ വിഷമത്തോടെ പറയുന്നു. അതിന് അയാളിപ്പോ ഇവിടെ ഉണ്ടാവണ്ടേ? അപ്പൊ അയാൾ അവിടെ ഉണ്ടാവണ്ടേന്ന് കേട്ടപ്പോ അമ്മ ചോദ്യഭാവത്തിൽ അവളെ നോക്കി. അയാൾ എവിടെ പോകാനാണ്? അപ്പൊ അവള് പറഞ്ഞു, അയാൾ ആശുപത്രിയിലാണ്. നിന്നോട് ആരാണ് ഇത് പറഞ്ഞതെന്ന് അമ്മ ചോദിച്ചപ്പോ ഞാൻ നോട്ട് വാങ്ങിക്കാൻ പോയി പറഞ്ഞതാണെന്ന് പറഞ്ഞു. നല്ല തേക്കും തടി പോലത്തെ മനുഷ്യനല്ലേ, ഓർക്ക് എന്താ ഇപ്പൊ പറ്റിയത്? ഇത് കണ്ണൂർ ഭാഷയാണ്. എന്താണ് പറ്റിയെന്ന് ചോദിക്കുന്നു. അവൾ ഒരു നിമിഷം മിണ്ടാതിരുന്നു. പിന്നെ ശബ്ദം അല്പവും താഴ്ത്തി അടക്കം പറഞ്ഞു, ഏതോ പെണ്ണിന്റെ അടുക്കെ തോന്നിയാസം കാട്ടാൻ പോയതാണ്, ചത്തുപോകാത്തത് ഭാഗ്യമെന്ന് പറയുന്നത്. അമ്മയ്ക്ക് കാര്യം മനസ്സിലാവാൻ കുറച്ചു നേരം എടുത്തു. പിന്നാലെ കുത്തി ഒഴുകുന്ന പൊട്ടിച്ചിരി അടക്കി അവർ രഹസ്യം ചോദിച്ചു, അതേതാ പെണ്ണ്, എവിടെയുള്ളത്? അവൾ അനിഷ്ടത്തോടെ അമ്മയെ നോക്കി. അതിപ്പോ അയാളോട് തന്നെ ചോദിക്കും, അവള് ഒരു കളക്ടറേറ്റ് ധർണയ്ക്കുള്ള സ്കോപ്പ് ഉണ്ടെന്ന് അന്വേഷിച്ചേക്കെന്ന് പറഞ്ഞു. ആ പറഞ്ഞത് അമ്മയ്ക്ക് അത്ര പിടിച്ചില്ല. അത് പുറത്ത് കേട്ടാതെ സാരി അഴിച്ചു വെക്കാൻ അവർ അടുത്ത മുറിയിലേക്ക് പോയപ്പോൾ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ആ പൈസയിൽ ഒരു 150 റുപ്യ ഇങ്ങനെ നീക്കി, നാളെ എനിക്ക് കോളേജിൽ പോകേണ്ടതാ. നിങ്ങൾ ആ പൈസയിൽ നിന്ന് എനിക്ക് കോളേജിൽ കൊടുക്കേണ്ട പൈസ ഇങ്ങനെ തന്നേക്ക്, നാളെ എനിക്ക് കോളേജിൽ പോകേണ്ടതാ. അതായത്